എന്തൊക്കെയാ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ? അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ? ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. ആഹാ, അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേൻ നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ? അതെ, കേൾക്കുമ്പോ പറയണേല് വിഷമം തോന്നരുത്. പറയട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ, നിന്റെ അടുക്കള പണി കഴിഞ്ഞോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? സുഗുണ. അതെ, സുണകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല, സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും 2 കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്ന്? പൊക്കോ. എന്നെ പറഞ്ഞുകൂടാ ഒരു മടിയില്ല. എന്നാലും ഈ ശവത്തിനൊന്ന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല. വെട്ടി വിടുങ്ങില്ലേ 3 നേരം? കുറച്ച് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബായ് ബായ്, പേടിപ്പിക്കില്ല ബായ്. അത്യാവശ്യം നമ്പറൊക്കെ എനിക്കറിയാം. കണ്ടാ, നിന്നോടല്ലടാ പോകാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലപരാധിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. മതട്ട സുഗുണേട്ടൻ ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? 2 ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ. അല്ല, നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്ന് മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരിയാം. നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പൊടി. എന്താണോ ചേച്ചി? ഗുഡ് മോർണിംഗ് സാർ. ആരെ? സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം. പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ. എന്താ സാർ, വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ, ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല, 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. ഇല്ലാത്ത മനുഷ്യനാ. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാര് സർക്കാരോ? ആരല്ലല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്? സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതട അലമാരിയില്. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് എഴുതു. ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ ബാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ച്
ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അലിവാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ആ, ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. നോക്കൂ, കുഴലല്ലേ? ആ, കുഴലാണ്. നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ ആണ്. ജീ തരൂ, ഈ തരൂ. ഈ കുഴല് വെച്ച് ഞാൻ ഇതാ അടയ്ക്കാൻ ഗുരു, അത് കെട്ടുപോകും. കെട്ടുപോകില്ല, ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലി വാലി, സബ്ജറി ബർജറി, ഖബർദാർ ഖബർദാർ ഖബർദാർ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദ ഉണ്ട്. പ്രിയമുള്ളവരെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീജിയൻ. കൂടെടുക്കൂ. ജി ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാര്യമാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി, ആ പ്രാവിനെ ഇങ്ങ് കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബോബി റെഡി? പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. റെഡി? കദർദാൻ, മെഹർബാൻ, ജുബർവാലി, മഗർവാലി, സവാൻ, ഏക് ഭടക് ഠിവൻ മലദർ. പ്രാവ് മാറ്റുപോയിരിക്കുന്നു. അതാണ് മന്ത്രത്തിന്റെ ശക്തി. ഈ ഒരു ഐറ്റം നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ, ഈ ഇലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി കാത്തത്. കണ്ടാ, എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീ എന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാൻ വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ? ആശാനെ, ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാൻ. ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ. മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റും കാരണം ആരെ ഈ വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ. ചേട്ടാ, തീ എന്തോന്ന്? ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ, കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്തു തൂക്കു പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. സുഗുണ, നീ ഒന്ന് പിടിച്ചേ.
ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വേണ്ടി. എനിക്കിവിടുന്ന് കഴിയത്തില്ലേ? ചേട്ടനെ പൊക്കി പിടി. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്കയവ പൊടപ്പു മുന്നുമ്മ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ, ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. അയ്യോ കുഞ്ഞീഷ്ണൻ, ഇതെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസ്വേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആന ഒന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്ന് വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? എടീ, അയ്യോ, തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി. പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരുപക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗങ്ങളുടെ ആസ്മ മാറുന്നത്. മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്തി, അലിയകാരു, പെങ്ങലുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ, 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 ഇവിടെ ഒന്നും വേണ്ട. അളിയോ, 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 അളിയനെ ലേലം ചെയ്യേ. അളിയോ. ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ. ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ, അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലിലാ. ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ, ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ? അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ് പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസൽ വെച്ചോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ പഴക്കൊല കെട്ടി ഞാറ്റിട്ടപ്പോ എന്നെ ചവിട്ടി പള്ളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല. വലിവ് കൂടി ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ
പ്രാന്താണല്ലേ? പ്രാന്ത് നിന്റെ മറ്റവനാടാ പൊട്ട. നീ സുമതിയോടും കൂടെ ആംഗ്ലായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചെന്നെ ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? അളിയൻ ആശുപത്രിയില്ല. ഏമന്റി മീൻകാരു അളിയകാരും ആസ്പത്രിയിലു. അങ്ങോട്ട് പോവണ്ടി. ആസ്പത്രിക്കടെ ആസ്പത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആസ്പത്രിയുടെ മുന്നില്. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ, ഇവിടെ ഇവിടെ ദാ, അളിയാ, മീൻ കിട്ടി. സന്തോഷം. നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ? അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? എടാ, അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ, അളിയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണം. ആണോ? ചേച്ചി ഒന്ന് പിടിച്ചേ. അയ്യോ, ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേ. വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. ചേട്ടാ കൈതാ. മുറുക്കി പിടിക്കേ ചെയ്. മുറുക്കി പിടിക്കേ ചെയ്. വാ പുളിയലിയാ, വാ പുളിയലിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങലിയാ, വിഴുങ്ങലിയാ. മുള്ളു തൊണ്ടയിൽ ഉടക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. വിഴുങ്ങ്. അലിയ വലിക്കല്ലേ, തൊണ്ട കീറി പൊട്ടി നാശവും. വിഴുങ്ങ് വിഴുങ്ങ്. വെള്ളം പറ്റി ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ, അളിയാ, ഇഞ്ഞ് വാ. അലിയ, മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. കഴിവറടാ മോനെ. ഈ വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? സുമതിയായിട്ട് അടുപ്പാ. ചേച്ചേ, അവൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന്റെ സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നെ പറ, എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. ചേട്ടാ ഒരു മാജിക് കാണിച്ചു തരുമോ? ആ, ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരിലിരിക്കുന്നുണ്ടോ? ഇത് എന്റെ ഇടത്തെ സൈഡിലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാക്കട്ടെ.
ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓം കാലം നെയ്ത്തുകാലം ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം. ദിവരിൽ മാറാൻ പോകുന്നു. ഓം ബുംബ ജീ ബുംബ ചാറ്റ്. പോ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ. ഞാൻ വഴക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ പിണങ്ങിയേക്കാ ഇവിടെ വയ്ക്കാൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ? ഇത് അല്ലേതാക്കട്ടെ, നോക്കിക്കോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാ നോക്ക്. ചേട്ടന്റെ ഉടനെ പോയില്ലല്ലോ. ഞാനൊന്ന് ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാം. തരപ്പെടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് പോ ചേട്ടാ. യോ ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുണുക്കാൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവള് ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതേ നീ എന്തിനാ തന്നെ പെടുന്നത്? അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചു ചേർക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ എവിടെ പറഞ്ഞ? ഓ നിന്റെ കരുനാക്ക് വലിച്ചൊന്നും പറയില്ലേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ നീ അതൊന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല. എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്. അതിങ്ങോട്ട് തന്നേക്ക്. ഓ എന്റെ മോശായ ഉണ്ടല്ലോ ഇത്. ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയാ അവരുടെ കൺമുമ്പിൽ ചെന്ന് പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയാടി. അയ്യോ, ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങൾ ഈ കാണിച്ചത്? എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എങ്കിൽ പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദനയുണ്ടോ ഏട്ടാ?
അയ്യോ പകുതിക്ക് ശേഷം ആ ഷീറ്റ് എടുത്ത് കവർ ചെയ്യാൻ